അബ്ദാ ഡാ എന്റെ തിരുമല കടയിലെ പണി പോയില്ലേ? തിരുമല കടയല്ല, ബൂട്ടി സ്പാ. കണ്ട പെണ്ണുങ്ങളുടെ കൈത്തും കാലൊക്കെ തിരുമ്മി കൊടുക്കുന്ന പരിപാടിയല്ലേ. അവിടെ വന്ന ഏതോ ഒരു അയ്യമ്മേന്റെ ലമ്മൂന്റെ ഭാഗത്ത് നിന്ന് എന്റെ കൈ പോയിന്നും പിന്നെ നാട്ടുകാർ നിന്നെ പഞ്ഞിക്കെട്ടാക്കിന്നും ഒക്കെ കേൾക്കുന്നുണ്ട്. ഓ, അങ്ങനെയൊന്നും ഒത്തില്ല വ്യാസേട്ടാ. നമ്മളെ കൊണ്ടൊന്നും തൊടിയിക്കില്ല, ട്രെയിനിയല്ലേ. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടായിരുന്നെങ്കിൽ ഒരു സുഖം ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാതെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. പഴയ പണി നോക്കുന്നോ? ഡ്രൈവിങ്ങാ? ആ, മടുപ്പാണ്. അവിടെ ഒരു മടുപ്പില്ല, സുഖകര. വീട്ടിൽ നിന്ന് വിട്ടാ സ്കൂള്, സ്കൂള് വിട്ടാ വീട്. നല്ല ചക്രവും കിട്ടും. ഓട്ടോണോ? BMW, ബെൻസ്, ഓടി, പിന്നെ ഇത് ജഗ്ഗ. അങ്ങനെ പല വണ്ടി മാറി മാറി ഓടിക്കടാ. ഇവിടുത്തെ ലാൻഡ് ഓണർ രവിശങ്കർ സാറിന്റെ വണ്ടികളാ. സാറിന് വേണ്ടിയല്ല, ചെക്കന് വേണ്ടിയിട്ടാ. ഇവിടെ കാശ് മേടിക്കാൻ വേണ്ടി വന്ന ജിമിട്ടൻ്റെ. ആ, അവിടെ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ, ജബ്ബാർ. ഓനും പോയി. ആ ചെക്കൻ്റെ കൂടെ അധികകാലം ആരും നിൽക്കൂല. ഈ തഞ്ചത്തിൽ നിന്നാ ഫ്രീ വാടക, ഫ്രീ ഫുഡ്, നല്ല പൈസയും കിട്ടും. ഈ റെഡി ആണെങ്കിൽ ഞാൻ സദാനേട്ടനോട് പറയാം. എന്തേ? ഈ വർഷം ഇത് ഈ കാറിന്റെ 4ാമത്തെ ഡ്രൈവറാ. ഇതിപ്പോ ജൂലൈ ആയിട്ടേ ഉള്ളൂ. വളരെ മോശപ്പെട്ട പെരുമാറ്റം കൊണ്ടാ ബാക്കി 3 പേരും പുറത്തുപോയത്. ഓ, ഈ ഓവർ വിനയാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. ആദ്യത്തെ ഡ്രൈവർ ഫിലിപ്പ് ചേട്ടന്റെയും പ്രശ്നം ഇതായിരുന്നു. വിനയം കാരണം തല സ്റ്റിയറിംഗിൽ മുട്ടും. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചിരിക്കണ്ട, ശരിക്കും ഉണ്ടെങ്കിൽ മതി. ഇനി അങ്ങോട്ട് ശരിക്കും തോന്നുകയാണെങ്കിൽ മാത്രമേ ചെയ്യണുള്ളൂ. എനിക്കത്ര വിശ്വാസം പോരാ. ഇതാണ് ചിരി, ജെന്യുവിൻ ചിരി. ഇതെവിടെന്നാ? മാത്ത് സ്റ്റേഷൻ. അംബ്രല്ല എടുത്തില്ലേ? ഈ വെയിലത്തിങ്ങനെ നടന്നാൽ സ്ട്രേറ്റ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ സ്കിന്നിന് മോശമാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ കാറില്ല. എനിക്കും ഇല്ല. ഇതെല്ലാം പപ്പയുടെ അല്ലേ? എല്ലാ കാസും പപ്പയുടെ അല്ലേ? ബട്ട് ഐ ക്യാൻ ഡ്രോപ്പ് യു. വാ. നോ അർജുൻ, ഐ ക്യാൻ വാക്ക്. ഹായ് അബ്ദു അങ്കിൾ. മോള് വണ്ടിയിലോട്ട് കയറിക്കോ, ഞാൻ വീട്ടിലിറക്കി തരാം. ഇതെന്ത് മണവാ? അർജുന്റെ പെർഫ്യൂമാ? എന്താ എന്റെ പേര്? പപ്പയുടെ പെർഫ്യൂമാ, അലിയൂർ ബൈ ഷെനേൽ. അമലിന്റെ പെർഫ്യൂം ഏതാ? എന്റെ വീട്ടിൽ പെർഫ്യൂം ഇല്ല, പൗഡറാ. പോൺസ് ഡ്രീം ഫ്ലവർ ടാൽക്ക്. ഷെനേലിനെക്കാട്ടിലും നല്ല മണവാ അമലയുടെ പൗഡറിന്. അബ്ദുച്ചേന്റെ പൗഡർ ഏതാ? കുട്ടിക്കൂറ. കുട്ടിക്കൂറയോ? ആ, ഇപ്പൊ തീർന്നു പോയിട്ടാ, പുതിയത് മേടിക്കണം. അബ്ദു ചേട്ടാ, എനിക്കൊരു കാര്യം മേടിക്കണം. ഏതെങ്കിലും ഒരു കടയിൽ നിർത്തോ? ഞാൻ പറയട്ടെ എന്താ സാധനം? പറ. അത്ര ബുദ്ധിയാണെങ്കിൽ പറ. പറയട്ടെ. പോൺസ് ഡ്രീം ഫ്ലവർ ടാൽക്ക്. ഈ മൃദുൽ ജോൺ മാത്യു അമലയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണോ? യെസ്. എന്ന് വെച്ചാ ബെസ്റ്റ് ഫ്രണ്ട്? ഹീസ് മൈ നെയ്ബർ. പിന്നെ ഞങ്ങൾ ബൈബിൾ ക്ലാസ്സിൽ ഒരുമിച്ചാ. ഓ, നിങ്ങൾ ക്രിസ്ത്യൻസ് ആണല്ലോ. അതുകൊണ്ടൊന്നുമില്ല. ഐ ലൈക്ക് ക്രിസ്ത്യാനിറ്റി. നിങ്ങളുടെ ചേർച്ച്, പ്രയർ, കാൻഡിൽസ്, അപ്പവും വീഞ്ഞും
എന്താ ഞങ്ങളുടെ മതത്തിൽ കൂടുന്നോ? ഒരാളെ കൂടെ മതത്തിൽ ചേർത്ത പള്ളിന്ന് പൈസ വല്ലതും കിട്ടും. കലൈമാനെ കണ്ണിമയിലന കണ്ടേനുനൈ നാനേ അന്തിപ്പകലുനൈ നാൻ ആക്കിരി ആണ്ടവനെ ഇதைதான் கேட்கிறேன். രാരിരാരി. ഈ രവിശങ്കർ സാറിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാ ഈ സാധനം. മുഴുവൻ മലയാളിയല്ല. സാമുദ്രിക ലക്ഷണം കണ്ടിട്ട് തള്ള പഞ്ചാബി ആയിരിക്കണം. അതാ ഈ അരയ്ക്ക് കീഴ്പോട്ട് ഒരാണിൻ്റെ ലക്ഷണം. അരക്കീഴ്പോട്ട് ആണ് ലക്ഷണം തന്നെ. ഒന്ന് പോടാവുകയെ. ലക്ഷണശാസ്ത്രം വെച്ച് അവരുടെ നടത്തത്തിന് ഒരു ആൺഛായ ഉണ്ടാവും. എന്നാലും ആ കൊച്ചിന് എന്തിന്റെ കുറവുണ്ടായിട്ടാ ഈ മനുഷ്യന്മാരുടെ ഇടയിൽ ഒന്ന് കയറിയത്? കണ്ടിട്ട് കാശില്ലാത്ത വീട്ടിലാണെന്ന് തോന്നുന്നില്ല. വേറെ എന്തോ ഒരു കുഴപ്പത്തിനുള്ള ഉദ്ദേശം. ഉദ്ദേശം സിമ്പിളാ. ഫോർട്ട് കൊച്ചിയെയും മട്ടാഞ്ചേരിയെയും വെച്ച് ഒരു ഇംഗ്ലീഷ് നോവൽ. മണ്ണിന്റെ മണം കിട്ടിക്കൊണ്ട് എഴുതാൻ വേണ്ടിയാ ഈ ലോഡ്ജ് തന്നെ തിരഞ്ഞെടുത്തത്. അതിനിവിടെ മണ്ണിന്റെ മണം. അതെ, ആകെ ഒരു മണമുള്ളത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. മൂക്കിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിപ്പിക്കായിരുന്നു. ഡേ, നീ ആദ്യം സിനിമ കയറ് കേട്ടാ, എന്നിട്ട് നമുക്ക് ഹീറോയിനെ കാസ്റ്റ് ചെയ്ത് കളിക്കാം. ഡേ, നീ ആ ഡയലോഗ് മോഡുലേഷൻ എക്സസൈസ് ചെയ്താ രാവിലെ ആയിട്ട് ഏറ്റവും ചെയ്യേണ്ട കാര്യം അതല്ലേ. ഇങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിൽക്കൂല കേട്ടാ. എന്തെങ്കിലും ഒരു ആത്മാർത്ഥത നിന്റെ കയ്യിൽ നിന്ന് വേണം. ഇന്നലെ ലാൽ ജോസ് വിളിച്ചപ്പോൾ പോലും ഞാൻ നിന്നെപ്പറ്റി വൻ അഭിപ്രായം പറഞ്ഞിരിക്കണത്. എൻ്റെ മാനം കളയോടെ നീ. സോറി, ഇവിടെ അടുത്ത് ഈ മസാജ് സെന്റർ വല്ലതും? ആയുർവേദത്തിലെ തിരുമലില്ലേ, അതായാലും മതി. ഇന്നലെ കിടന്നത് ശരിയായില്ല. ആ പില്ലോ കഴുത്ത് തിരിയുന്നില്ല. മസാജ് പാർലർ ഇതിൻ്റെ അടുത്ത് നല്ലത് വേണമെങ്കിൽ ഇവിടെ MG റോഡിലുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെയാ. അത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ എന്തിനാ മസാജ് പാർലറും കുടിച്ച സ്ഥലവും ഒക്കെ? ഇവൻ അറിയത്തില്ലയോ? ഇല്ലയോടാ അബ്ദുവേ? ഇവൻ മസാജ് ചെയ്യുമെന്നേ. പാർലറിലൊക്കെ നിന്നതല്ലയോ? ഒന്ന് ചെല്ലടാ അബ്ദു, കുറച്ച് എണ്ണ ചൂടാക്കി എടുക്ക്. ഏയ്, ആ തിരുമലല്ല ഈ തിരുമൽ. രണ്ട് തിരുമലേ? ഒരൊറ്റ തിരുമലേ ഉള്ളു. നീ ചെല്ലടാ കൊച്ചനെ. ആ കൊച്ചു നിൽക്കുന്ന കണ്ടില്ലയോ? കല്ലുകൊണ്ട കൊറ്റി മാതിരി. ഒന്ന് വരുമോ? നല്ല പെയിനുണ്ട്, പ്ലീസ്.
1000-ാമത്തേത് ഒരു വനിതാ പോലീസ് ആകണമെന്ന ആഗ്രഹം ഞാനങ്ങ് വിട്ടേക്കും. അവനെ പറഞ്ഞു വിടണ്ടായിരുന്നു.